വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർ എൻ.എം. വിജയനും മകനും ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് CPIM രംഗത്ത്. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ടെന്നും CPIM ആരോപിക്കുന്നു. വിവരങ്ങളുമായി വയനാട് നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, നേരത്തെ വ്യക്തിപരമായ കാരണങ്ങളാവാം ഈ മരണത്തിനു പിന്നിൽ എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നത്. നിലവിൽ CPM ഇതിൽ എന്ത് ദുരൂഹതയാണ് ഉന്നയിക്കുന്നത്? തീർച്ചയായും ഇത്തരത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ അതൊരു വ്യക്തിപരമായ കാരണങ്ങളാണെന്ന് പറഞ്ഞെങ്കിലും ഇതിന് പുറത്ത് ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നു. കാരണം ബത്തേരി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ, ചില വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിൽ ആ ആക്ഷേപങ്ങൾ എൻ.എം. വിജയന് നേരെയും ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. കാരണം അദ്ദേഹം അന്ന് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സാമ്പത്തികമായ കാര്യങ്ങളും ഇതിലേക്ക് നയിച്ചതോ എന്ന സംശയം പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊരു ആക്ഷേപമായി ആരും ഉയർത്തിയില്ല. ഇപ്പോൾ അത് CPM തന്നെ രാഷ്ട്രീയമായി ഒരു ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ എൻ.എം. വിജയന്റെ മരണം ഇത്തരത്തിൽ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പുകൾ നടന്നിരുന്നു. ആ വിഷയത്തിൽ ഇത്തരത്തിൽ സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള കോഴ നിയമനങ്ങൾ നടത്താൻ കോടികൾ തട്ടിയെടുത്ത ചില കോൺഗ്രസ് നേതാക്കളുണ്ട്. അവർ എൻ.എം. വിജയനെ ബലിയാടാക്കുന്നതായി സംശയമുണ്ട്. അത്തരത്തിലുള്ള കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ രഹസ്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പൊതുസമൂഹത്തിന് ഇതിനെ സംബന്ധിച്ച് വ്യക്തത വേണം. ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. ഇദ്ദേഹം ആത്മഹത്യക്കുറിപ്പ് സ്വാഭാവികമായിട്ടും ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടാവാം. അത് ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്താത്ത സാഹചര്യമാണ് ഉണ്ടായത്. അത് കണ്ടെത്താനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കണം. ഇതിൽ പൊതുവെ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുകയും ഈ പുകമറകൾ മാറ്റണമെന്നുമാണ് ഇപ്പോൾ CPM പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. CPM ഏരിയ സെക്രട്ടറി TR ജയപ്രകാശ് ഈ വിഷയമായി അല്പസമയങ്ങളിൽ പ്രതികരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും CPM ഇതിനെ രാഷ്ട്രീയമായി തന്നെ ഒരു ആക്ഷേപമായി രംഗത്ത് വന്നതോടെ കോൺഗ്രസ് നേതൃത്വവും ജില്ലാ നേതൃത്വവും ഇതിനെ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും വൈകിട്ട് 5 മണിയോടെയാണ് എൻ.എം. വിജയന്റെയും മകന്റെയും ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സുൽത്താൻ ബത്തേരി മണിച്ചിറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുക. അതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. അതിനിടയിൽ ജില്ലാ DCC കേന്ദ്രത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇതിന്റെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ബത്തേരിയിലെ നഗരസഭ ടൗൺ ഹാളിലും പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും 5 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരങ്ങൾ നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും CPM ഇന്ന് രാഷ്ട്രീയമായി ഒരു പ്രതിരോധം തീർത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടി വരും. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന് ഉറപ്പാണ്. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.